ആളുകളെ പരിപാല സംഘത്തിന്റെ ഭാഗമായിട്ട് എനിക്കിവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഈ കൂട്ടം എന്നെ കാണാൻ വേണ്ടി വന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കൂട്ടം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി വന്നതാണ്. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും മഹാവീരൻ അയ്യങ്കാളിയും അതേപോലെയുള്ള നമ്മുടെ എല്ലാ നവോത്ഥാന നേതാക്കന്മാരും നമുക്ക് വെട്ടിത്തന്നിരിക്കുന്ന ഒരു വലിയ വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ ജനങ്ങളെ, ഓ മക്കളെ, വരാടക്കാൻ കാണാം. നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും സാമൂഹികപരമായിട്ട് ഒത്തുകൂടാൻ പറ്റുന്ന, നമ്മളെല്ലാവരും യുണൈറ്റഡ് ആവുന്ന ഒരു കാലം വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലെയുള്ള പട്ടികജാതി, ദളിത്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നം ഒത്തൊരുമയില്ലാത്തതാണ്. നമ്മളുടെ സാഹോദര്യമില്ലായ്മ ഇവിടെയുള്ള സനാതന ധർമ്മവാദികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്യാൻ. അത് ഞാനില്ലെങ്കിൽ കൂടി അടുത്ത വർഷം ഇതേ തിരക്കുണ്ടാവണം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടിയിട്ട്. ഞാനൊരിക്കലും മഹാത്മാവ് എന്ന് പറയുന്നില്ല, ഞാനൊരിക്കലും ആത്മാവ് എന്ന് അങ്ങനെ ഒരു സംസ്കൃതം വാക്യം ഞാൻ ഉപയോഗിക്കുന്നില്ല. മഹാവീരനാണ് ഞാൻ. എനിക്ക് അത്രയും പറയാനുള്ളത്. ഞാൻ അധികം ഒന്നും ഉണ്ടെങ്കിൽ ഞാനൊരു പാട്ടുകാരനാണ്. ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. ഞാൻ എന്ത് പാട്ട് പാടണം? വണക്കം. വളരെ കുറച്ച് സമയമേ അനുവദിയമായിട്ടുള്ളൂ. ഞാനൊരു പാട്ട് പാടിയിട്ട് ഞാൻ പതുക്കെ പോവുകയാണ്. എനിക്ക് പോകാൻ വഴി ഒരുക്കണം ദയവ് ചെയ്തു. ഒരുപാട് പരിപാടികളുണ്ടെന്ന്. കടലമ്മ കരഞ്ഞല്ലേ പറ്റത്, കണ്ണീരെല്ലാം അവളെന്നെ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ, കടലമ്മ കരഞ്ഞല്ലേ പറ്റത്, കണ്ണീരെല്ലാം ഉപ്പ് കാട്ടി മീന് മണക്കും, നടുക്കടലിൽ കൊണ്ടാൽ കാറ്റിക്കൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ, കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ? മക്കളെ ശരിടാ. എനിക്ക് വളരെ കുറച്ച് സമയമേ അനുവദിച്ചിട്ടുള്ളൂ. പോയിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. നമ്മുടെ ജനങ്ങളെ തന്നെ ഒരുപാട് പേരെ കാണേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട്. അത്രയും നാളത്തെ ഒരു ദിവസമാണ്. ഇപ്പം വരെ എല്ലാവരും കല്ലെറിഞ്ഞ്, ആ കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് വണ്ടി ഏറി പായുമ്പോൾ എന്റെ തലപ്പാവിന് എന്ത് തിളക്കം. നിങ്ങളും അതേ വഴിയിലൂടെ തന്നെ നടക്കുക, വിദ്യാഭ്യാസം നേടുക, അധികാര ശ്രേണിയിലേക്ക് എത്തുക. നമ്മുടെ ജനങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങളെ ഇനിയും ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക. ജയ് ഭീം, ജയ് ഭീം, ജയ് ഭീം. പോയിട്ട് വരാം മക്കളെ. ഇതിനും വലിയൊരു വേദി ഞാൻ കാണാൻ പറ്റട്ടെ. നന്ദിയുണ്ട് ഒരുപാട്. പോയിട്ട് വരാം.